എടാ ബെൻസേ, ഈ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ തുടരുവിൻ്റെ കാര്യം പറയാനാണേ വന്നേ. എന്തായാലും ജോർജ് സാർ ഇങ്ങനെ തലക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെയ് 30 ചിത്രത്തിൻ്റെ OTT റിലീസുണ്ടായ. അത് പിന്നെയും തുടരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ജോർജ് സാർ ഇങ്ങനെ തലയിൽ കയറുന്ന ഇങ്ങനെ കളിക്കുകയാണ്. ഓരോ ഡയലോഗ്സും പുള്ളി ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പല സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഡയലോഗ് എടുത്താണ് ഇടുന്നത്. എടാ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പുള്ളിയുടെ ഒരു സ്റ്റൈലിലേക്ക് വരികയാണ്. കാരണം അത് പുള്ളിയുടെ അത്രയും മികച്ച പെർഫോമൻസ് കൊണ്ടുവന്നുകൊണ്ടാണ് പ്രകാശ് വർമ്മ. എന്തായാലും അതല്ല ഞാനിപ്പോൾ പറയാൻ വന്നത്. തുടരും സിനിമയുടെ മറ്റൊരു BTS കൂടി അവർ റിലീസാക്കിയിട്ടുണ്ട്. ദ ഫൈറ്റർ ബെൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ലാലേട്ടൻ്റെ നല്ല കിൻഡലിടി ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ BTSലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. സോ നമുക്കത് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു സിനി പീഡിക. കടേറും കൊമ്പാ പോരുന്നോ വേട്ടയ്ക്കായി നീ. ഇത് ഞാൻ പാടിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മറ്റേ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് കിട്ടും. അതുകൊണ്ട് നമുക്ക് തന്നെ പാടാം അല്ലേ. ഏതാണ്ട് 3 മിനിറ്റ് 30 സെക്കൻഡാണ് വീഡിയോയുടെ ദൈർഘ്യമുള്ളത്. നമുക്കെന്തായാലും അത് കാണാം. ബിഹൈൻഡ് ദ ഫൈറ്റർ ബെൻസ്. അപ്പം എന്തായാലും അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് റിയാക്ട്. दुनिया में हर मिनट सन फार्मा की 1000 ലാൽ സാറിൻ്റെ ഒരു ഫൈറ്റ് നേരി കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ നേരി കാണുക, അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കാണുക എന്നുള്ളതൊക്കെയായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ക്യാരക്ടർ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 2 സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ, ഫൈറ്റ്സ് എൻഗേജിങ് ആക്കി ഒരു കഥ പറച്ചിലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടൻ്റെ മാസ് അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോറെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ഞങ്ങൾ നല്ലൊരു ബാലൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റ്. ഇതിന് കോപ്പിറൈറ്റ് അടിക്കുമോ എനിക്കറിയത്തില്ല. പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാം. നമ്മുടെ ലാലേട്ടനല്ലേ പൊളിക്കാനല്ല പിന്നെ ഷൂട്ട് ചെയ്യാം. അതും വളരെ നാരമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലൊക്കെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റൺ സിൽവ എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫർ അപ്പം ഷൂട്ടിൻ്റെ മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷനിൽ നിന്ന് ഫൈറ്റ് കൊടുത്തു. എല്ലാവരും കോരിച്ചടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും പല സീക്വൻസിനെക്കുറിച്ചും അടി എന്ന് പറയുന്ന സ്ഥലത്ത് സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടത്തിലുണ്ടാവും. എന്ത് ചെയ്താലും എവിടെ തട്ടിയാലും പുള്ളി ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസ് കണ്ട അതുകൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരുന്നത്. ഒരുത്തനെ അടിക്കുന്നുണ്ടെങ്കിൽ അടി കൊടുത്തു എന്ന് നമുക്ക് തോന്നുന്ന ആ ഫീൽ ഉണ്ടാകുന്നത് പുള്ളിയുടെ ഈ പെർഫോമൻസ് കൊണ്ടാണ്. അതുപോലത്തെ റിസ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഒരു ഷൂട്ട്. ഒറിജിനലായിട്ടൊരു പോയി സെഷൻ ഉള്ളത് അടിച്ചു കുളിച്ചതിനകത്തും വരുന്ന കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ട്രെയിൻ ഫൈറ്റ് തരുൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ സ്ലിപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്ലിപ്പാവുമോ, അത് വളരെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ദൈവാധീനം കൊണ്ട് അങ്ങനെയുള്ള സംഭവിക്കില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് വിഷ്ണുവും തരുണും നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ളൊരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക ഒരു
ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദീസ് ഫൈറ്റ്സ് ഓഫ് കം ഔട്ട് വെൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനുള്ളൊരു ഫോക്കസ്, പിന്നെ അതല്ല അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ സൃഷ്ടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം ഈ തുടർന്ന സിനിമയിലുണ്ട്. അത് എല്ലാവരും എടുത്തു പറയുന്നത് ഈ ഫൈറ്റിനെ കുറിച്ച്. അടിയുടെ കാരണം ജെന്യൂൻ ആകണം, അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലേട്ടനെ ആഘോഷിക്കാൻ പറ്റിയ ഫൈറ്റില്ല. അടിയറ എന്ന് തിയേറ്ററിൽ പ്രായഭേദമന്യേ അച്ഛനും അമ്മയും അമ്മമാരും അപ്പൂമാരും ഒക്കെ അടിയടാവനെന്ന് പറയുന്ന സമയത്ത് വേണം അടികൾ സംഭവിക്കാൻ. അതെ, അത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു. അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. അടിപൊളി അടിപൊളി അടിപൊളി. ആരാ എന്താ വേറെ എന്തൊക്കെ ഓടുന്നു. തുടരും സിനിമയെക്കുറിച്ച് ഞാൻ ഇനി എന്ത് പറയാനാ. തുടരും സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചതുമായിട്ടുള്ള സീൻ അത് തന്നെയായിരിക്കും. കാരണം ആ ഒരു പോയിന്റിൽ അടിക്കടാ എന്ന് പറയാത്ത ഒരാളും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എടാ പൊട്ടുക്കടാ അടി എന്ന് പറയാത്തൊരു മനുഷ്യനില്ലായിരിക്കും. ആ കറക്റ്റ് പോയിന്റിലാണ് അടി നടന്നത്. ഓരോ ഫൈറ്റും എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോ ഫൈറ്റും ആ സിനിമയിലെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത് ആ ബെൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ പണ്ട് ഷൺമുഖമായിട്ടിരുന്ന സമയത്ത് ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ആയിരുന്നു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കാണിച്ചു തരുമ്പോൾ നമുക്ക് അത്രയും കൺവിൻസിങ് ആയ രീതിയിലാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫൈറ്റർ ആണെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പോലും വെച്ചത് ലാലേട്ടനാണെന്നാണ് തരുൺമൂർത്തി പറഞ്ഞത്. കാരണം എന്നാലേ ഈ പോയിന്റിൽ അടി കൊടുക്കുമ്പോൾ എടാ പുള്ളിയെ കൊണ്ട് അടിക്കാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പറയിപ്പിക്കുക. സോ വളരെ മികച്ച രീതിയിൽ ഒരുക്കിയ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു തുടരും സിനിമയിലുണ്ടായിരുന്നത്. ഓരോ സീനും ഓരോ ഫ്രെയിമും അതുപോലെ ഇവർ സെതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ബിഹേവിങ് രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തുടരും സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ തന്നെ ഒരു 2-3 തവണ കണ്ടിട്ടുണ്ട്. സൂപ്പറാണ്, കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.